ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ കെ വി തോമസ് കൂടിച്ചേരുക. കെ വി തോമസ്, മലയാളിയായ ഒരാളടക്കം 29 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ഏത് തരത്തിലാണ് അതിനെ കാണേണ്ടത്? ഈ മലയാളിയായ രാമചന്ദ്രൻ്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനുമാകും എന്നാണ് പ്രതീക്ഷ, അല്ലേ? അവിടെ നിന്നും ഡൽഹി എയർപോർട്ടിലേക്കും അവിടെ നിന്ന് കൊച്ചിയിലേക്ക് എയർപോർട്ട് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകളായിട്ടുണ്ട്. അതിന്റെ ടെൻഡേറ്റീവ് ടൈമിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രീനഗറിൽ നിന്ന് വരുന്നതും പിന്നെ ഡൽഹി എയർപോർട്ടിൽ സ്വീകരിച്ച് കൊച്ചിക്ക് അയക്കാനുള്ള സംവിധാനങ്ങളിലായിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ സേഫാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. നമ്മുടെ MLA-മാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർ നമ്മുടെ ജസ്റ്റിസുമാര് അതൊക്കെ കുഴപ്പമില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായി ഇടപെടുകയും എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാനുള്ള ഇടപെടലുകൾ കേരളത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഇന്നലെ രാത്രി CM വിളിച്ചിരുന്നു. ഈ സംഭവം കഴിഞ്ഞ ഉടനെ CM, ഞാനപ്പോ കൊച്ചിയിലായിരുന്നു, ഞാൻ അവിടുന്ന് പുറപ്പെട്ട് ഇവിടെ വന്നു. നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇപ്പൊ എയർപോർട്ടിലുണ്ട്. പിന്നെ കേരള ഹൗസിൽ നമ്മുടെ RC റെസിഡന്റ് കമ്മീഷണറും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. എല്ലാ കാര്യങ്ങളും അതുവേണ്ടി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ കൊല്ലപ്പെടുന്ന സമയത്ത് ഈ രാമചന്ദ്രനോടൊപ്പം ഈ ബന്ധുക്കളുടെ മുന്നിലിട്ടാണ്, മകളുടെ മുന്നിൽ വെച്ചാണ് വെടിയേറ്റ് വീഴുന്നത്. അതെ, അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അയാളുടെ അമ്മ ഉണ്ട് ഇവിടെ, പക്ഷെ അമ്മ ഇദ്ദേഹം മരിച്ചു എന്നറിയത്തില്ല. അതുകൊണ്ട് ബോഡി നമ്മളിപ്പോൾ ഇവിടെ നിർദ്ദേശം അനുസരിച്ച് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നല്ല മറ്റേ കൊച്ചിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടാണ് ചെയ്യും. ഇവിടെ വെച്ച് അത് ഓപ്പൺ ചെയ്യും എനിക്ക് തോന്നുന്നില്ല. മാഷി ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിച്ചോ? ഫോണിൽ സംസാരിച്ചു, അവര് ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. കെ വി തോമസ്, കേരള പ്രതിനിധിയാണ്. അവിടെ നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ച് പറഞ്ഞത്. ബന്ധുക്കളുമായൊക്കെ സംസാരിച്ചു. മാത്രമല്ല, ആ മൃതദേഹം, മലയാളിയായ രാമചന്ദ്രൻ്റെ മൃതദേഹം എത്രയും വേഗം കൊണ്ടുവരാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയായി വരികയാണ്. മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെതായ ഉദ്യോഗസ്ഥരൊക്കെയും എയർപോർട്ടിലടക്കമുണ്ട് എന്ന കാര്യവും കെ വി തോമസ് പറയുന്നുണ്ട്.